യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയതിൽ മന്ത്രി ബിന്ദു കൃഷ്ണയെ എതിർത്തും അനുകൂലിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങൾക്ക് കോട്ടമുണ്ടാക്കിയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിൽ പ്രതികരിച്ചു. കള്ളപ്രചാരണങ്ങളിലൂടെ കടിച്ചു കീറാൻ നിൽക്കുന്ന CPIM-ന് മുന്നിൽ ബിന്ദു കൃഷ്ണയെ ഇട്ടുകൊടുക്കില്ലെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പ്രതികരിക്കുന്നു. ഷമീർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷമീറെ, കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രി ബിന്ദു വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. അതിനുശേഷം പുറത്തിറങ്ങിയ ബിന്ദുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ബിന്ദു മന്ത്രി ക്ഷീരദിന ആശംസകൾ നേരുകയായിരുന്നു എല്ലാവർക്കും. ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാനൊന്നും ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്താണിപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിലെ നിലപാടുകൾ ഈ വിഷയത്തിൽ? സേതുലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദുൽഖിഫിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിന്ദു കൃഷ്ണയുടെ സന്ദർശനം പാടില്ലാത്തതാണ്, അത് കോൺഗ്രസിൻ്റെ മതേതര മൂല്യങ്ങൾക്കേറ്റ കോട്ടമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ബിന്ദു കൃഷ്ണയെ വിമർശിച്ചത്. പിന്നീട് കോൺഗ്രസിൻ്റെ പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെ വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണു സുനിൽ പന്തളം ഇത്തരത്തിൽ ബിന്ദു കൃഷ്ണയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കള്ളപ്രചരണങ്ങളിലൂടെ കടിച്ചു കീറാൻ തക്കം പാർത്ത് നിൽക്കുന്ന CPM-ന്റെ മുന്നിലേക്ക് മന്ത്രി ബിന്ദു കൃഷ്ണയെ ഇട്ടുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ലെന്നും ഏതറ്റം വരെയും പ്രതിരോധിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാലത്തെ ചില പ്രസ്താവനകളോട് പ്രസ്ഥാനത്തിന് വിയോജിപ്പുണ്ടെന്നും ഒപ്പം തന്നെ എന്ന് കരുതി അദ്ദേഹത്തിനോട് മിണ്ടാനും അദ്ദേഹത്തെ കാണാനും പാടില്ലെന്ന ഏകപക്ഷീയമായ നിലപാട് നേതാക്കന്മാരും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരും ഉപേക്ഷിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിൽ രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട്. അത് പ്രീണനമല്ല. വെള്ളാപ്പള്ളി നടേശനെ ബിന്ദു കൃഷ്ണ കണ്ടത് പ്രീണനമല്ല. ബിന്ദു കൃഷ്ണ വലിയ പോരാട്ടം നേടി വിജയിച്ചു വന്ന ആളാണ്. സുകുമാരൻ നായരെ കണ്ടു, ഒപ്പം തന്നെ ഇസ്ലാം മത നേതാക്കളെ കണ്ടു, ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെയും കണ്ടു. അതിലെന്ത് തെറ്റാണ്? അതുകൊണ്ട് ബിന്ദു കൃഷ്ണയെ ആരെങ്കിലും ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചാൽ അത് യൂത്ത് കോൺഗ്രസ് നേതാവായാൽ പോലും തിരിച്ച് പ്രതിരോധിക്കുമെന്നുള്ള പരോക്ഷ സൂചനയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു പോര് യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. സേതു.